ഇന്ന് ഒരുപാട് വാർത്തകൾ കൊണ്ട് നിറഞ്ഞൊരു ദിവസമായിരുന്നു. MLA PV അൻവർ സ്പീക്കിംഗ് പരമ്പരയ്ക്ക് ശേഷമുണ്ടായ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളും അതേ തുടർന്ന് മുഖ്യമന്ത്രി നടത്തിയ ഞെട്ടിക്കുന്ന ഉത്തരവുകളും കൊണ്ട് നിറഞ്ഞ ഒരു ദിവസം. അപ്പം ഈ വാർത്തകൾക്കിടയിൽ വളരെ ശ്രദ്ധിക്കപ്പെടാതെ പോയതും എന്നാൽ അതീവ പ്രാധാന്യമുള്ളതുമായ രണ്ട് സന്തോഷ വർത്തമാനങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വയനാട്ടിലെ ദുരന്തഭൂമിയിൽ 33 ദിവസങ്ങൾക്ക് ശേഷം സ്കൂളുകൾ വീണ്ടും തുറന്നതായ ഒരു വാർത്ത. ഏതാണ്ട് 607 കുട്ടികൾ വീണ്ടും സ്കൂളിലേക്ക് തിരികെ വരുന്ന സന്തോഷകരമായ ഒരു ദിവസമായിരുന്നു ഇന്ന്. ആ കുഞ്ഞുങ്ങളുടെ മുഖത്ത്, വന്നിറങ്ങുന്ന കുഞ്ഞുങ്ങളുടെ മുഖത്ത് സങ്കടമുണ്ട്, സന്തോഷമുണ്ട്, ഭയമുണ്ട്, എല്ലാമുണ്ട്. കാരണം അവരുടെ കൂടെ പഠിച്ച കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട്, കൂട്ടുകാർ നഷ്ടപ്പെട്ടവർ, കൂട്ടുകാരികൾ നഷ്ടപ്പെട്ടവർ, അങ്ങനെ പല വിധത്തിലുള്ള നഷ്ടങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. എന്നിട്ട് അവർ തിരിച്ച് ആവേശത്തോടു കൂടി വീണ്ടും സ്കൂളിലേക്ക് പ്രവേശിക്കുകയാണ്. ആ കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് പഠിക്കുവാനായിട്ടുള്ള ഒരു അന്തരീക്ഷം അവിടെ ഒരുക്കാനായിട്ട് അധികാരികൾ, വേണ്ടപ്പെട്ടവർ, ടീച്ചേഴ്സ് എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട്. ആ പ്രദേശം മുഴുവൻ നല്ലൊരു ഉത്സവ ലഹരിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അതിനെ ഏറ്റവും മനോഹരമാക്കാനായിട്ട് സർക്കാർ വേണ്ട വിധത്തിൽ എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ഭാവിയിൽ നന്നായിട്ട് പഠിച്ചു വരുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഷിരൂരിൽ കാണാതെ പോയ അർജുനൻ്റെ ഭാര്യയ്ക്ക് സഹകരണ ബാങ്കിൽ ജോലി ലഭിച്ചു. ആ ജോലിയിൽ ആ സ്ത്രീ ഇന്ന് പ്രവേശിച്ചു എന്നുള്ളൊരു വാർത്തയാണ്. ഒരുപാട് സങ്കടത്തോടു കൂടിയാണ് ആ കുട്ടി ജോലിക്കായിട്ട് ബാങ്കിലേക്ക് വന്നത്. വളരെ വേദനയോടു കൂടി തന്നെയാണ് ഇന്ന് ജോലിയിൽ പ്രവേശിച്ചത്. ഈ രണ്ട് വാർത്തകളും ഏറെ ആശ്വാസവും സന്തോഷവും നൽകുന്നതുമായ ഒരു ദിവസമായിരുന്നു ഇന്ന്. മറ്റ് വാർത്തകൾ വളരെ പ്രാധാന്യത്തിലൂടെ കൊടുക്കുന്ന സമയത്തും ഈ വാർത്തകൾ പറയുന്ന ഒരു മൂന്നാമത്തെ നാലാമത്തെയും വാർത്തയായിട്ടത് പറയുമ്പോൾ അധികമൊന്നും അതിനെക്കുറിച്ച് കൂടുതൽ പിന്നീട് ചർച്ചകളൊന്നും ഇല്ലാതെ പോയൊരു ദിവസമാണ്. എന്നാൽ അതിൻ്റെ അകത്ത് ഈ വയനാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞൊരു വാക്യമുണ്ട്. അതായത് മണ്ണോട് ചേർന്ന് ഇല്ലാതായി പോയ മനുഷ്യരുടെ ജീവിതം ഒഴിച്ച് ബാക്കി എല്ലാം തിരികെ പിടിക്കാൻ പറ്റുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരിയാണ്, നമുക്കെല്ലാം തിരികെ പിടിക്കാം. നമ്മളുടെ പ്രത്യാശ നഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ മനുഷ്യജീവൻ ഒഴിച്ച് ബാക്കി എല്ലാത്തിനെയും തിരികെ പിടിക്കുവാനുള്ള കരുത്തുള്ളവരാണ്, മനുഷ്യരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പം നമ്മുടെ കരുത്തിനെക്കുറിച്ചും നമ്മുടെ ശക്തിയെക്കുറിച്ചും നമ്മൾ പലപ്പോഴും ബോധവാന്മാരല്ല. അതുകൊണ്ട് തന്നെയാണ് ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ പോലും ജീവനൊടുക്കുന്ന എത്രയോ മനുഷ്യരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നൽകുന്ന ഈ രണ്ട് സന്തോഷ വർത്തമാനങ്ങൾ നൽകുന്ന ആവേശം, ഒരു ഇൻസ്പിറേഷൻ, പ്രചോദനം വളരെ വലുതാണ്. അതായത് നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ എന്തും തിരിച്ചു പിടിക്കാൻ സാധിക്കും. അതെ, നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു പ്രചോദനം ലഭിക്കട്ടെ. എന്തും തിരികെ പിടിക്കാനുള്ള, നഷ്ടപ്പെട്ടതെല്ലാം തിരികെ പിടിക്കുവാനുള്ള, തിരിച്ചു പിടിക്കുവാനുള്ള ശക്തിയും പ്രചോദനവും നമുക്ക് ദൈവം നൽകട്ടെ എന്ന് നമ്മൾ പ്രത്യാശിക്കാം, പ്രാർത്ഥിക്കുകയും ചെയ്യാം. താങ്ക് യു.